നമസ്കാരം. വ്യക്തിപരമായ പ്രതിസന്ധികളെയും മാനസിക ദൗർബല്യങ്ങളെയും മുതലെടുത്ത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആസൂത്രിതമായി വിരിച്ച വ്യാജ പ്രണയവലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വിംഗ് കമാൻഡർ കുടുങ്ങി. ഇത് രാജ്യസുരക്ഷാ രംഗത്തെ ഞെട്ടിക്കുന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അതീവ തന്ത്രപ്രധാനമായ പ്രതിരോധ രഹസ്യങ്ങളും സൈനിക നീക്കങ്ങളും ശത്രുരാജ്യത്തിന് ചോർത്തി നൽകിയതിനു പുറമെ വിവരശേഖരണം വ്യാപകമാക്കാൻ സ്വന്തം സഹപ്രവർത്തകന്റെ ഫോണിൽ ഡാറ്റ മോഷണ സോഫ്റ്റ്വെയർ കൂടി ഇൻസ്റ്റാൾ ചെയ്തു. ഇത് വലിയ സുരക്ഷാ പാളിച്ചയാണ് പുറത്തു കൊണ്ടുവരുന്നത്. മെയ് 31 അർദ്ധരാത്രി വ്യോമസേന ഇന്റലിജൻസിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദില്ലി പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതിർത്തിക്കപ്പുറത്തു നിന്നും ശത്രുക്കൾ നടത്തുന്ന ഡിജിറ്റൽ ചാരപ്രവൃത്തിയുടെയും ഹണി ട്രാപ്പ് ഭീഷണികളുടെയും വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നതാണ് ഈ അറസ്റ്റ് വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ പക്ഷഭേദങ്ങൾക്കും സങ്കുചിത താൽപര്യങ്ങൾക്കുമപ്പുറം രാഷ്ട്രമാദ്യമെന്ന ദർശനത്തിലൂടെ മാത്രം സമീപിക്കേണ്ട അതീവ ഗൗരവമേറിയ ഒരു ദേശീയ സുരക്ഷാ പ്രശ്നം തന്നെയാണിത്. ഇന്ത്യൻ വ്യോമസേനയുടെ അതീവ തന്ത്രപ്രധാന പ്രതിരോധ രഹസ്യങ്ങളും സൈനിക നീക്കങ്ങളും പാകിസ്ഥാൻ ചാരസംഘടനയ്ക്ക് ചോർത്തി നൽകിയ സംഭവത്തിൽ വിംഗ് കമാൻഡർ തടവിലായ കേസിൽ കൂടുതൽ നിർണായകമായ വിവരങ്ങളും പുറത്തുവരികയാണ്. വ്യക്തിപരമായ പ്രതിസന്ധികൾ മുതലെടുത്താണ് ആസൂത്രിതമായി വിരിച്ച വ്യാജ പ്രണയവലയിൽ കുടുക്കി വ്യോമസേന ഉദ്യോഗസ്ഥനെ പാക് ഏജന്റുമാർ രാജ്യദ്രോഹത്തിന് കരുവാക്കിയത്. അതിനു പുറമെ വിവരശേഖരണം വ്യാപകമാക്കാൻ സ്വന്തം സഹപ്രവർത്തകനായ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ മൊബൈൽ ഫോണിൽ അതിമാരകമായ ഡാറ്റ മോഷണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നൽകിയെന്ന ഞെട്ടിക്കുന്ന വിവരവും ദില്ലി പോലീസിന്റെ അന്വേഷണത്തിൽ വെളിപ്പെട്ടു. വ്യോമസേനയുടെ ഇന്റലിജൻസ് വിഭാഗം നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിംഗ് കമാൻഡറെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ കടുത്ത വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത ഇയാളെ ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം ദില്ലി തീഹാർ ജയിലിലേക്ക് മാറ്റി. മാസങ്ങളായി രഹസ്യമായി നടന്ന അന്വേഷണത്തിന്റെ വിവരണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയെയും സൈനിക വിന്യാസങ്ങളെയും ബാധിക്കുന്ന വൻ ചാര ശൃംഖലയാണ് പോലീസ് ഇതിലൂടെ പൂട്ടിക്കിട്ടുന്നത്. വ്യക്തി ജീവിതത്തിൽ കടുത്ത പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്ന ഉദ്യോഗസ്ഥന്റെ മാനസികാവസ്ഥ കൃത്യമായി പഠിച്ച ശേഷമാണ് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഹാൻഡിലർമാർ സോഷ്യൽ മീഡിയയിലൂടെ കെണിയൊരുക്കിയത്. സുന്ദരിയായ ഒരു യുവതിയുടെ വ്യാജ പേരിൽ പ്രൊഫൈൽ ഉണ്ടാക്കി ഇയാളുമായി സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങിയ പാക് ഏജന്റ് വളരെ പെട്ടെന്ന് തന്നെ ആത്മബന്ധം സ്ഥാപിച്ചെടുത്തു. ചാറ്റിങ്ങിലൂടെയും വീഡിയോ കോളുകളിലൂടെയും വിംഗ് കമാൻഡറുടെ സകല വിശ്വാസങ്ങളും ആർജിച്ച ശേഷമാണ് യുവതി തന്ത്രപരമായി പ്രതിരോധ വിവരങ്ങളിലേക്ക് കടന്നത്. തുടക്കത്തിൽ സൗഹൃദത്തിന്റെ പേരിൽ ചിത്രങ്ങളും വീഡിയോകളും വാങ്ങിയ സംഘം പിന്നീട് രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലകളിലെ സൈനിക യൂണിറ്റുകളുടെ മാറ്റങ്ങൾ, സേനാ വ്യൂഹങ്ങളുടെ നീക്കം, പ്രതിരോധ സജ്ജീകരണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. താൻ പ്രണയവലയിൽ കുടുങ്ങിപ്പോയ വിവരമറിയാതെ വിംഗ് കമാൻഡർ അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളും നിർണായക രേഖകളും ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ ചാരസംഘടനയ്ക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ വിവരം ചോർത്തൽ വിജയം കണ്ടതോടെ പാക് ഹാൻഡിലർമാർ ചോർത്തലിന്റെ വ്യാപ്തി കൂട്ടാൻ തീരുമാനിച്ചു. ഇതിനായി വിംഗ് കമാൻഡറോട് മറ്റൊരു സഹപ്രവർത്തകനായ വ്യോമസേന ഉദ്യോഗസ്ഥന്റെ മൊബൈൽ ഫോണിൽ പ്രത്യേക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു. സുഹൃത്തിന്റെ ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം വിദൂരത്തിരുന്ന് പാക് ചാരന്മാർക്ക് കൈക്കലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മാരകമായ സ്പൈവെയർ ആയിരുന്നു ഇത്. ഇതോടെ സഹപ്രവർത്തകന്റെ ലൊക്കേഷൻ ട്രിപ്പുകൾ, ഫോൺ സന്ദേശങ്ങൾ, ഡാറ്റ എന്നിവയും ശത്രുരാജ്യത്തിന്റെ കയ്യിലെത്തി. വ്യോമസേനയിലെ മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ നിയമവിരുദ്ധമായി ചോർത്തപ്പെടാൻ തുടങ്ങിയതോടെയാണ് IAF ഇന്റലിജൻസ് വിഭാഗത്തിന് സംശയം തോന്നിയത്. തുടർന്ന് നടത്തിയ സമാന്തരമായ ആന്തരിക നിരീക്ഷണത്തിലാണ് വിംഗ് കമാൻഡറുടെ സംശയകരമായ നീക്കങ്ങൾ വ്യോമസേന അധികൃതർ കണ്ടെത്തുന്നത്. വൈകാതെ തന്നെ സംഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്ന് ഉറപ്പിക്കുകയും അന്വേഷണം ദില്ലി പോലീസിന്റെ പ്രത്യേക വിഭാഗത്തിന് കൈമാറുകയുമായിരുന്നു. ഇത്തരമൊരു നീക്കം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും ഇന്ത്യൻ പ്രതിരോധ സേനാംഗങ്ങളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഏകോപിത ഹണി ട്രാപ്പ് മൊഡ്യൂളിന്റെ ഭാഗമാണെന്നും ദില്ലി പോലീസ് വ്യക്തമാക്കുന്നു. ഇതിന് പിന്നിൽ വലിയൊരു വിദേശ ചാര ശൃംഖല തന്നെയുണ്ട്. സൈനിക ഉദ്യോഗസ്ഥരെ മാനസികമായി തളർത്തി പ്രതിരോധ രഹസ്യങ്ങൾ പൂർണ്ണമായും കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാഫിയ പ്രവർത്തിക്കുന്നത്. നിലവിൽ വിംഗ് കമാൻഡർ വഴി ചോർന്നു പോയ വിവരങ്ങൾ ഏതൊക്കെയാണെന്നും അത് ഇന്ത്യയുടെ പരമാധികാരത്തെയും സുരക്ഷയും എത്രത്തോളം പ്രതികൂലമായി ബാധിച്ചുവെന്നും പരിശോധിച്ചു വരികയാണ്. ചോർത്തിയ വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ മണ്ണിൽ ശത്രുരാജ്യം എന്തെങ്കിലും അട്ടിമറി നീക്കങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടോ എന്ന കാര്യവും പ്രതിരോധ മന്ത്രാലയവും ഇന്റലിജൻസ് ഏജൻസികളും അന്വേഷിക്കുന്നുണ്ട്. ഓൺലൈൻ ആശയവിനിമയങ്ങളുടെ ഡിജിറ്റൽ തെളിവുകൾ പിന്തുടർന്ന് അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. സന്ദേശങ്ങൾ കൈമാറിയ IP അഡ്രസ്സുകളും വ്യാജ ഐഡന്റിറ്റിക്ക് പിന്നിൽ പ്രവർത്തിച്ച വിദേശ ഹാൻഡലർമാരെയും കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഏജൻസികൾ. സേനയ്ക്കുള്ളിൽ ഇയാൾക്ക് കൂടുതൽ സഹായികൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നു. സംഭവം സേനയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരം ഹണി ട്രാപ്പ് ഭീഷണികളെ പ്രതിരോധിക്കാൻ കീഴടത്തി തരത്തിലുള്ളവർക്കടക്കം ബോധവൽക്കരണം നൽകുന്നുണ്ട് എങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥർ വരെ ഇതിൽ കുടുങ്ങുന്നത് ഗൗരവത്തോടെയാണ് കാണുന്നത്.
വിഷയം കൂടുതൽ ഗൗരവമുള്ളതിനായതിനാൽ ജാമ്യം നിഷേധിച്ച് ജയിലിൽ തുടരുന്ന വിംഗ് കമാൻഡറെ വരും ദിവസങ്ങളിൽ പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും. പശ്ചിമ ബംഗാളിലും ജാർഖണ്ഡിലുമായി നടത്തിയ കർശനമായ അന്വേഷണത്തിൽ ജെയ്ഷെ മുഹമ്മദ് ബന്ധമുള്ള ഹാമിംഗ് മൊണ്ടൽ, അദ്ദേഹത്തിന്റെ പങ്കാളിയായ അർപ്പിത സർക്കാർ എന്നിവരെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടികൂടിയത് രാജ്യസുരക്ഷയ്ക്ക് കനത്ത മുന്നറിയിപ്പ് നൽകിയ വിഷയമാണ്. കേവലം വ്യക്തിപരമായ വീഴ്ചകൾ എന്നതിലുപരി വിദേശ ശക്തികളുടെ സഹായത്തിലൂടെ ഭാരതത്തിനകത്ത് വേരോടാൻ ശ്രമിക്കുന്ന വിപുലമായൊരു തീവ്രവാദ ചാര ശൃംഖലയാണ് ഇതിലൂടെ ചുരുളഴിയുന്നത്. രാഷ്ട്രീയ ലാഭങ്ങൾക്കും സങ്കുചിത താൽപര്യങ്ങൾക്കും അപ്പുറം രാജ്യത്തിന്റെ സുരക്ഷയാണ് സർവ്വപ്രധാനമെന്ന BJPയുടെ അടിസ്ഥാന നിലപാടിന്റെ വെളിച്ചത്തിൽ ഈ ഗൗരവമേറിയ വിഷയത്തെ സമഗ്രമായി വിലയിരുത്തേണ്ടതുണ്ട്. രാഷ്ട്രത്തിന്റെയും പരമാധികാരത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന കർശന നിലപാടാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഭാരതത്തിന് വേണ്ടത്. രാജ്യത്തിന്റെ ജീവനാഡിയായ പ്രതിരോധ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് ചോർത്തി നൽകുന്ന ഏത് പ്രവൃത്തിയും പൊറുക്കാനാവാത്ത രാജ്യദ്രോഹ കുറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാഷ്ട്രമാദ്യം എന്ന ഉറച്ച ദേശസ്നേഹ ബോധത്തോടെ മാത്രമേ ഇത്തരം വിപത്തുകളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീഷണികൾക്കൊപ്പം ആഭ്യന്തരമായി വളരുന്ന ദേശവിരുദ്ധ ശക്തികളെയും സൈബർ കുറ്റവാളികളെയും നമ്മൾ അതീവ ജാഗ്രതയോടെ നേരിടേണ്ടതുണ്ട്. സേനയ്ക്കുള്ളിലെ വിശ്വസ്തത തകർക്കാനും രാജ്യത്തിന്റെ കുതിപ്പിനെ തടയാനുമുള്ള ഏത് നീക്കത്തെയും ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിക്കേണ്ടതുമാണ്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും മേൽ കണ്ണുവെക്കുന്ന ശക്തികളെ വേരോടെ പിഴുതെറിയാൻ കനത്ത ജാഗ്രതയും ശക്തമായ നിയമ നടപടികളും അനിവാര്യമാണ്. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീഷണികൾക്കൊപ്പം ആഭ്യന്തരമായി വളരുന്ന ദേശവിരുദ്ധ ശക്തികളെയും സൈബർ കുറ്റവാളികളെയും നമ്മൾ അതീവ ജാഗ്രതയോടെ നേരിടണം. സേനയ്ക്കുള്ളിലെ വിശ്വസ്തത തകർക്കാനും രാജ്യത്തിന്റെ കുതിപ്പുകളെ തടയാനുമുള്ള ഏത് നീക്കങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കുവാൻ സേന എപ്പോഴും സജ്ജം തന്നെയാണ്. എന്നാലും ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷതയ്ക്കും മേൽ കണ്ണുവെക്കുന്ന ശക്തികളെ വേരോടെ പിഴുതെറിയാൻ കനത്ത ജാഗ്രതയും ശക്തമായ നിയമ നടപടികളും അനിവാര്യമാണ്. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവർ പോലും ഇത്തരം ചാരപ്രവർത്തികളിൽ വീണു പോകുന്നത് നമ്മുടെ ആഭ്യന്തര സുരക്ഷ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. വ്യക്തിപരമായ പ്രതിസന്ധികളോ മാനസിക ദൗർബല്യങ്ങളോ എന്തു തന്നെയായാലും രാജ്യത്തിന്റെ ജീവനാഡിയായ പ്രതിരോധ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് ചോർത്തി നൽകുന്ന ഒരു പ്രവൃത്തിയും പൊറുക്കാനാവാത്ത കുറ്റം തന്നെയാണ്. ദില്ലിയിലും ബംഗാളിലുമെല്ലാം പുറത്തു വന്ന ഗൂഢാലോചനകൾ വ്യക്തമാക്കുന്നത് അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീഷണികൾക്കൊപ്പം ആഭ്യന്തരമായി വളരുന്ന ദേശവിരുദ്ധ ശക്തികളെയും നമ്മൾ അതീവ ജാഗ്രതയോടെ നേരിടണം എന്ന് തന്നെയാണ്. സേനയ്ക്കുള്ളിലെ വിശ്വസ്തത തകർക്കാനും രാജ്യത്തിന്റെ കുതിപ്പിനെ തടയാനുമുള്ള ഇത്തരം നീക്കങ്ങളെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനും തയ്യാറാവണം. ഇത്തരം കുറ്റവാളികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാനും കർശനമായ നടപടികൾ ആവശ്യമാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.